അല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ ഇതുപോലുള്ള പല പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട്. അതിന് അംഗീകൃതമായൊരു കലണ്ടറുമുണ്ട്, അംഗീകരിച്ച പ്രവർത്തികളുമുണ്ട്, കലണ്ടറുമുണ്ട്. ഈ പറഞ്ഞ ക്വിസ് കോമ്പറ്റീഷൻ ഇതിലൊന്നും പെടുന്നതല്ല. ഇത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയായാലും നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരാണ്, അധ്യാപകരാണ്. അവിടെ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുണ്ട്. അതൊന്നും പാലിക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ അതിലങ്ങനെയുള്ള ചില അച്ചടക്ക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ തങ്ങളുടെ ജോലിയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ഇങ്ങനെ അവരവരുടെ താല്പര്യങ്ങളും ആശയങ്ങളും നടപ്പാക്കാനൊന്നും ശ്രമിക്കുന്നത് ശരിയല്ല. അതിനെക്കുറിച്ച് വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോയത്. ഞാൻ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനോട്, സെക്രട്ടറിയോടും വിഷയം അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി ഇന്നയാൾ ആണിത് ചെയ്തത് എന്നുള്ള റിപ്പോർട്ട് വന്നു. സ്വാഭാവികമായും അദ്ദേഹം തെറ്റാണ് ചെയ്തതെന്ന് റിപ്പോർട്ട് വരുമ്പോൾ നടപടി ഉണ്ടാവും. ആ നടപടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും അതിൽ അന്വേഷണമുണ്ട്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി.